പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥി യുവജന മഹിളാ സംഘടനകൾ. കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡിങ്സ് ബിഗ് മാൾ കാഞ്ഞങ്ങാട്. കൊൽക്കത്ത ബംഗാളിൽ ആർക്കേക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചും മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും SFIയും ചേർന്ന് കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് സ്മൃതി മണ്ഡപം കേന്ദ്രീകരിച്ച് നടന്ന മാർച്ച് നോർത്ത് കോട്ടച്ചിരിയിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു. അത് കണ്ടയുടൻ തന്നെ വീട്ടുകാരെ വിവരമറിയിച്ചു. വീട്ടുകാരെല്ലാം അച്ഛനും അമ്മയെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്നു. അപ്പോഴേക്കും അവരുടെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. 3 മണിക്കൂർ സമയമാണ് അച്ഛനും അമ്മയും തങ്ങളുടെ മകളുടെ ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്നു. ഈ മരണം സംഭവിച്ചത് മുതൽ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും അവിടുത്തെ പ്രിൻസിപ്പാളും സ്വീകരിച്ച നിലപാടുകൾ ഏറെ സംശയാസ്പദമാണ് എന്ന് കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു അക്രമം നടന്നാൽ ഈ അക്രമം ഏറ്റവും വേഗം പോലീസിനെ അറിയിക്കുകയും അതിൽ FIR രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ആ കോളേജിന്റെ മുഖ്യ ചുമതല വഹിക്കുന്ന പ്രിൻസിപ്പൽ ചെയ്യേണ്ടത്. SFI ജില്ലാ സെക്രട്ടറി പ്രണവ് പ്രഭാകരൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം K സബീഷ്, മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PC സുബൈദ, SFI ജില്ലാ പ്രസിഡന്റ് ഋഷിത C പവിത്രൻ, PP ശ്യാമളാദേവി, AP ഉഷ എന്നിവർ സംസാരിച്ചു. DYFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.